ന്യായം ഒന്നും പറയണ്ട. എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ എന്റെ അടുത്ത് വെറുതെ വഴക്കുണ്ടാക്കുക. എന്റെ ഫോൺ തട്ടി പറിക്കുക. ഇവിടെ ഫോൺ നിർത്തുന്നവർക്ക് എന്താ പ്രശ്നം? അവളങ്ങനെ എന്റെ ഫോൺ എടുക്കണ്ട. ആ ഫോണിന് തന്നേരം ഇത് തല്ലിപ്പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അതിനകത്ത് എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അവൾ അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും. അമ്മ ചുമ്മാതെ ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഞാൻ ഒന്നൊരു ഗെയിം കളിക്കാൻ എടുത്തതാ. ഓ പിന്നെ ഇവളെല്ലാം നശിപ്പിക്കും. എനിക്കറിയാം നീ എനിക്ക് ഫോൺ തരാത്തത്. എന്റെ രണ്ടുപേരുടെ ഒരു ചുറ്റിക്കളി. അങ്ങനെയൊന്നുമില്ല അമ്മേ. ഇവള് ചുമ്മാ. നിനക്ക് എന്തറിയാന്ന് പോടി. ഇനി ഇവൾക്ക് ഞാൻ ഫോൺ കൊടുത്തോളാം അമ്മേ. രണ്ടുപേരും നല്ല കൂട്ടായിട്ടിരിക്കണം കേട്ടോ. നല്ല കൂട്ടായിട്ടിരിക്കണം. ചുറ്റിക്കളി ഞാൻ പിടിച്ചോളാം. ശരി ശരി. ഇവിടുത്തെ പ്രശ്നം രണ്ടുപേരും വഴക്കാണോ? അത് റോഡിൽ കേട്ടാവല്ലോ. എല്ലാം ഇതുണ്ട്. വഴക്കുണ്ടാക്കാൻ ഇതുവഴി തവിയൊക്കെ ആയിട്ട് പിള്ളേരെ തല്ലമല്ല പ്രാർത്ഥിക്കും. ആ അച്ഛാ, ഈ അമ്മ വെറുതെ ദേഷ്യപ്പെടുക. എന്റെ കോക്കാട്ടി രണ്ടു മക്കളും എനിക്ക് യാതൊരു സമാധാനവും തരുന്നില്ല. എപ്പോഴും എനിക്ക് പ്രശ്നം തീർക്കാതെ നേരമുള്ളൂ. ഇനി എന്താന്ന് വെച്ചാൽ അച്ഛനും മക്കളും കൂടെ ആയിട്ടുള്ളൂ. നീ പോടി, എന്റെ മക്കളെ പോകാം. അവരോട് നീ വഴക്കുണ്ടാക്കിയ അല്ലേ മോനെ? പിന്നല്ലാണ്ട് വായിച്ച് നമ്മൾ ചോക്ലേറ്റ് വിട്ടായിട്ടില്ല. പണിയൊന്നുമില്ലേ? അയ്യോ ഞാൻ പൊക്കളാവേ. ഇനി ഞാനിവിടെ അച്ഛനും മക്കളും കൂടെ എന്നെ കുറ്റക്കാരിയാക്കും. ചില്ലയിൽ കൂടും കൂട്ടിന സ്നേഹത്തോണിയിൽ നിന്നും തുഴയവേ നിലച്ചന്തം തൂകി നീ എന്നില തുള്ളിമഴയായുള്ളിൽ നീ പെയ്യവേ na 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 നമുക്കിവിടെ കയറി ചായയും കറിയും കഴിക്കാം. ചായയിലൊന്നും തന്നെ ഒതുക്കാൻ നോക്കണ്ട, എനിക്ക് ഐസ്ക്രീം തന്നെ വേണം. പിന്നെ എൻ്റെ പൊന്നിന് എന്താ വേണ്ടത്, ഞാൻ മേടിച്ചു തരാം. ഐസ്ക്രീം എങ്കിൽ ഐസ്ക്രീം. ഓക്കെ, ഏത് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ. എന്താ വേണ്ട ചേട്ടാ? ഒരു ചായ, ഒരു ഐസ്ക്രീം. ഏത് ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്? എനിക്കൊരു കട്ട്ബട്ട്.
ആവശ്യത്തിന് കഴിക്കണം മക്കളെ. പിന്നെ എന്തായാലും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച കാര്യം, അടുത്ത ഷിപ്പിൽ നമുക്ക് 10 പെൺകുട്ടികളെങ്കിലും പോകണം. ഓ, ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് സ്വാമി. ഒരുവിധം പോരാ, ഓക്കെ ആവണം. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫ്രഷ് ആയിരിക്കണം. ശരിയാക്കാം സ്വാമി. വർണ്ണങ്ങൾ ഒഴിക്കണേ ജോസേ. അറിയാലോ, അടുത്ത ആഴ്ച കണ്ടെയ്നറിഞ്ഞെത്തും. അപ്പോഴേക്കും ഓക്കെ ആയിരിക്കണം. എടാ ജോസേ, മറ്റേ അവൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? ആരുടെ? ഓ, പണ്ട് നമ്മൾ മുട്ടയില്ലയോ, ഏതാ നേതാവുണ്ടല്ലോ, ചങ്ങലയോ തൊടലോ? ചങ്ങല ജോണി. അവനെ ചങ്ങലയായിട്ടാ നടപ്പ്. ആ ചങ്ങല കറക്കിയത് വേറെ മിന്നൽ പോലെ. ഓ, നീയൊക്കെ ഏത് മറ്റേടത്തെ കൊണ്ടവളാണ്? ഒരു ചങ്ങല കണ്ടപ്പോ മുട്ടിടിച്ചല്ലേ? സ്വാമി ഞങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് ഒരുത്തിനെയും പേടിയില്ല. നമുക്ക് അവനെ കാണാൻ പോകുന്നല്ലോ, അവന്റെ ഒരു ചങ്ങല അവന്റെ കഴുത്തിൽ തന്നെ. അതിന് സ്വാമി വരണമൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് അമ്മരെങ്കിൽ കൊണ്ടുവരാം. ഇല്ലടാ ഞണ്ടായി വായി കിടക്കുന്ന ഒന്ന് ഇറങ്ങിട്ട് പറയണം. സാമിയുടെ കൂടെ ഞങ്ങൾ കാണും. എന്ത് വേണമെന്ന് സ്വാമി പറഞ്ഞാൽ ഞണ്ട് നിനക്കറിയാം ഞണ്ടെന്ന് പേരിട്ട്? അറിയത്തില്ലേ, ചുമട്ട് മീൻ പിടിക്കാൻ പോയപ്പോ എന്റെ പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് ഒരു ഞണ്ട് കയറി പിടിച്ച് അങ്ങനെ കിട്ടിയ പേരാണ് ഞണ്ട്. ഇവൻ ഉണ്ടയല്ല, ഉണ്ടയാ ഉണ്ട. ഉടപട്ടി അന്നേരം നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? ആ, അത് പുള്ളിക്കാരൻ വന്നായിരുന്നു, അപ്പൊ കറങ്ങാൻ പോയിട്ടായിരുന്നു. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്താ പുള്ളിക്കാരൻ ആളെങ്ങനെയാ? പാവാടി, എന്നെ വലിയ കാര്യമാണ്. ഞാൻ എന്തു പറഞ്ഞാലും മേടിച്ചു തരും. ഞങ്ങൾ ഇന്നലെ അടിച്ച് പൊളിക്കല്ലായിരുന്നോ? പക്ഷെ ഗീതു, എനിക്കത് അത്ര നല്ല ബന്ധമായി തോന്നുന്നില്ല. ഇടി മായേ, ഇതിന്റെ പേരാണ് കുശുമ്പ്. നമുക്ക് അസൂയ അസൂയ. അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്ക് അസൂയ കുശുമ്പുണ്ടെന്ന് നീ അങ്ങ് വെച്ചോ. ഇടി നീ പെണങ്ങു, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എടി നിക്ക് മായ. അറിയാത്ത പിള്ള ചൊറിയും പറയും. അല്ല എടി മായ നിക്ക്. എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. എടി ഗീതോട് ശരിക്കും പറഞ്ഞു. സ്വാമി, ഞങ്ങളെ കൊണ്ട് അവരെ ഒതുക്കാൻ പറ്റില്ല സ്വാമി. ഉഴപ്പില്ലടാ നിനക്കൊന്ന്. ഗുണ്ടകളാണെന്ന് നടക്കുന്നു. നാണില്ലടാ. പെട്ടെന്നായിരുന്നു പടി, അതുകൊണ്ടാണ്. അയ്യോ കഷ്ടം. നീയൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോ ഞങ്ങളെ അടിച്ചോന്ന് പറഞ്ഞ അവന്മാർ നിന്ന് തരും. പോടാ.
ഇനി അവന്മാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് സ്വാമിയുടെ മുന്നിൽ കൊണ്ടിട്ട് തരും. അതെ, ഞങ്ങൾ കുക്കിയെടുത്ത് പൊക്കിത്തരും. പിന്നെ നീയൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അടിച്ചോന്ന് പറഞ്ഞ അവന്മാർ നോക്കിയിട്ടേ ഓടാണ്. അല്ല പിന്നെ ഈ ചെങ്ങനെ ചോണ്ടിയടാ സ്വാമിയുടെ കൂട്ടരെ കളി. അതെ, ഈ ജോണിയും കൂട്ടരും ആരാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണാം. പിന്നെ ജോണിച്ചാ, ആ പോലീസ് ദിവസവും അവരുടെ ആൾക്കാരാ. ഒന്ന് പോടാ. ഈ ജോണിച്ചാൻ എത്ര കുളം കണ്ടതാ, എത്ര കേസുകൾ. ഇന്നെ വരെ ഒരു പോലീസുകാരനെ ലോകത്തോളം പറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അതാണ് ചെങ്ങല ജോണി. ഓയ് അടിയടാ നായന്റെ മക്കളെ. മോലാളി മക്കളെ, എനിക്കൊന്ന് തിരിച്ചു പോകാനോ? സ്വാമിക്ക് വിലങ്ങുതടിയായിരുന്നാൽ നീ ഇനിയില്ല. ഈ വിരലെല്ലാം പറ്റിയാൽ നീ തീർന്നറ ചങ്ങല ജോണി. സ്വാമി ക്ഷമിക്കണം. ഇനിയും സ്വാമിക്ക് തടസ്സമായി ഈ വഴി വരില്ല. പ്ലീസ് വിട്ടേര്, പ്ലീസ്. പോയി ജീവിക്കടാ പാടാ മക്കളെ. കണ്ടു, നീ ഓടിക്കണ്ട. ആ സാറാ വരെ വരെ കേടാ ഇരിക്കണം സാർ. അല്ല സാറേ, ഈ ഞണ്ടെന്നാ സാറിനെ കാണുമ്പോൾ ഈ ഓടുന്നത്? അതൊരു വലിയ കഥയാ സാറിന്. എന്താ? അതിവിടെ നമ്മുടെ അടുത്തൊരു പണക്കാരുടെ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ 1.5 ലക്ഷം രൂപ വരുന്നൊരു പട്ടിയുണ്ട്. അവരെന്ത് ചെയ്തു, ഈ പട്ടീനെയും ഞണ്ടിനെയും ഏൽപ്പിച്ചിട്ട് അവർ ഗൾഫിന് പോയി. ആ പറ്റിയ പാട്ടിയാ ഏൽപ്പിച്ചത്. ഞണ്ടെന്ത് ചെയ്തു, ഈ പട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എല്ലാം കൂടി എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ട് അവൻ ഭക്ഷിച്ചിട്ട് പട്ടിക്ക് ജവാൻ ഒഴിച്ച് കഞ്ഞി കൊണ്ട് കൊടുക്കും. ഞണ്ടിന്റെ പേരിൽ ഒരു പരാതി കിട്ടി. അവനെ പൊക്കുമെന്ന് കരുതിയാണ് അവൻ ഓടിയത്. അത് ശരി. എടാ ഞണ്ട് കൊള്ളാലാണ്. അല്ല സാറിന്താ ഈ വഴി ഇറങ്ങിയ? ഒന്നുമില്ല, ഈ വഴി വന്നപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. സാറിന് മാസപ്പടി കിട്ടിയില്ലല്ലേ? ആ അതുകൊണ്ട് ആ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ യൂണിഫോം ഇങ്ങോട്ട് വരുന്ന സൂക്ഷിച്ചു വേണം. ആ ശരി സ്വാമി. ഓക്കെ ഓക്കെ. സ്വാമി, നമ്മുടെ ബിസിനസ് ഒന്നും നേരെ മുമ്പോട്ട് പോകുന്നു. അതെന്താ പറ്റി? മനു നമ്മൾ ടാർഗറ്റ് ചെയ്ത പിന്നെ പ്രേമിച്ച് കെട്ടാൻ പോകുന്ന ഒരു വാക്ക് ഞാൻ കിട്ടും. അത് ശരി. അതിനിടയ്ക്ക് അങ്ങനെ ഒരു കളി നടക്കണല്ലേ? അവനെയൊക്കെ എന്ത് ചെയ്യണം? അവനെ ഒന്നും ചെയ്യണ്ട, പക്ഷെ അവളെ ഞങ്ങളെ സ്വാമി, എന്റെ ഗീത ഇവിടെ
എടാ ജോസേ, ഏത് ഇതിന്റെ കാര്യം പറയാം. സ്വാമി ഇവിടെ ഗീതു ഇല്ലേ? നമ്മുടെ ഗീതു. ഓ ഗീതു. എടാ എന്നെ ചതിച്ചതല്ലേ എന്റെ ഗീതുവിനെ എനിക്കൊരു ഗീതിനെ അറിയില്ല. ഇല്ല, ഗീതുവില്ല, ഞാനിവിടെ പോയില്ല. സത്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു എന്റെ ഗീതുവിനെ? അവളിപ്പോ കടല് കളഞ്ഞിട്ടുണ്ട്. നീ മസിയിട്ടൊന്നും ഞാൻ കിട്ടുന്നതാ. നമ്മുടെ രഹസ്യത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ മുന്നിലെല്ലാം കളിക്കണോ? ഒരു പെണ്ണിന്റെ തൊഴിലെടുപ്പാണ് നീ സ്വാമി ഒറ്റപ്പെടുത്തല്ലേ? ഒറ്റപ്പെടുത്തുന്നതിന് മരണം നീ ചെയ്യത്തില്ല.